Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. കന്യൂസ് എടുത്ത് നോക്കിയോ എല്ലാവരും? നോക്കിയോ? ക്ലിയർ ആണോ? നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ആണല്ലേ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് ഫാർമസി കംപ്ലീറ്റ് ചെയ്തു. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തു അല്ലെ? ഓക്കെ ആണോ? ഓക്കെ, ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ. അത് സ്റ്റാർട്ട് ചെയ്യാലോ? നെക്സ്റ്റ് സെക്ഷൻ എടുക്കാലോ? ഓക്കെ. Miss, aim of nursing administration contract on 3 basic elements വരെയാണ് അല്ലേ എടുത്തത് മിസ്? നെക്സ്റ്റ്, ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഓഫ് സ്റ്റാഫിംഗ്. നമ്മുടെ സ്റ്റാഫിംഗിന്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എലമെന്റ്സ് അല്ലെ, ഘടകങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പൊ നമ്മൾ സ്റ്റാഫിംഗ് എന്താണെന്ന് പറഞ്ഞു അല്ലെ. സ്റ്റാഫിംഗ് എന്താണ്? അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ് ആണ് അല്ലെ, തുടർച്ചയായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. എന്ന് വെച്ചാല് എന്താണ്, നമുക്ക് ആവശ്യമായിട്ടുള്ള ആളുകളെ അല്ലെ, എംപ്ലോയീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സെർച്ച് ചെയ്യുന്നുണ്ട് അല്ലെ, സെർച്ച് ചെയ്യുന്നുണ്ട്, അവരെ ചൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അതിൽ നിന്ന് നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള, നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ട്, അവരെ ഇവാലുവേറ്റ് അനലൈസ് ചെയ്യുന്നുണ്ട് അല്ലെ, വിലയിരുത്തുന്നുണ്ട്. കൂടാതെ അവിടെ ഇപ്പോഴുള്ള സ്റ്റാഫുകളും പ്രസന്റ് സ്റ്റാഫുകളും ഫ്യൂച്ചറിലുള്ള സ്റ്റാഫുകളും തമ്മിൽ എന്താണ്, ഒരു നല്ല വർക്കിംഗ് റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ആ ഒരു പ്രോസസ്സിനെയാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സ്റ്റാഫുകളെ സെർച്ച് ചെയ്യുന്ന സമയത്ത്, അവരെ ചൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് നോക്കണമെന്ന് എന്താ ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് കൊടുക്കുന്ന ആ ഒരു ജോലിക്ക് അനുസൃതമായിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം അല്ലെ. ആണോ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത്, നെക്സ്റ്റ് എന്താണ്, ക്വാളിഫിക്കേഷൻ ഉറപ്പുവരുത്തി നമ്മൾ അവരെ എന്ത് ചെയ്ത് ചൂസ് ചെയ്ത് അല്ലെ. അതിനുശേഷം അവർക്ക് എന്താണ്, അവർക്ക് അനുവദിക്കേണ്ട ജോലി എങ്ങനെയായിരിക്കണം? അവരുടെ ആ ഒരു ക്വാളിഫിക്കേഷൻസിന് അല്ലെങ്കിൽ അവർക്ക് ലഭിച്ചിട്ടുള്ള ആ ഒരു ട്രെയിനിങ്ങുകള് അവർക്ക് ശരിയായ രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ജോലി ആയിരിക്കണം അല്ലേ. ആണോ? അല്ലേ? അപ്പൊ അതാണ് സ്റ്റാഫിംഗിന്റെ പ്രധാനപ്പെട്ട 2 എലമെന്റ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് എന്താണ്? ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് നഴ്സിംഗ് സ്റ്റാഫ്. നോക്കാം നമുക്ക്. ഫസ്റ്റ് ഇട്ടത് quality and quantity of nursing staff. അതൊക്കെ കഴിഞ്ഞു അശ്വതി. മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ എയിംസ് ഓഫ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ കോൺട്രാക്ട് ഓൺ 3 ബേസിക് എലമെന്റ്സ് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലാസ്സിൽ ഉണ്ടായില്ലേ അശ്വതി? മിസ് എയിം പറഞ്ഞിട്ടില്ല, എയിം പറഞ്ഞിട്ടില്ല. ഓക്കെ, സോറി കേട്ടോ. അപ്പൊ സോറി സെയിം പറഞ്ഞു എന്നുള്ള ഓക്കെ സോറി സെയിം പറഞ്ഞു എന്നുള്ള രീതിയിലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നമുക്ക് എയിം മുതൽ തുടങ്ങാം. എയിം ഓഫ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ കോൺട്രാക്ട് ഓൺ 3 ബേസിക് എലമെന്റ്സ്. എന്താണ് നമ്മുടെ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ കോൺട്രാക്ട് കരാറിന്റെ എന്താണ് 3 അടിസ്ഥാന ഘടകങ്ങളാണ് കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് ഇല്ല മിസ്, സ്റ്റാഫിംഗ് ഈസ് എ ലോജിക്കൽ ഓപ്പറേഷൻസ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് മെനി ഇൻഡിപെൻഡന്റ് ആക്ഷൻ. പറഞ്ഞില്ലേ മിസ്? പറഞ്ഞു. എന്താണ് പറഞ്ഞില്ലേ? മിസ് പറഞ്ഞല്ലോ.
ഇല്ല. നോക്കിയേ, മിസ് പറഞ്ഞു, നോക്കിയേ, recognizing the type and amount of nursing care required by the patient, അല്ലെ? ആ ഒരു പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള ആ ഒരു നഴ്സിംഗ് പരിചരണം എങ്ങനെയാണ്, അല്ലെ? ഏത് തരത്തിലുള്ളതാണ്, അവർക്ക് എത്രത്തോളം സമയത്തേക്ക്, അല്ലെ, എത്ര എമൗണ്ട് ആവശ്യമാണ് എന്ന് തിരിച്ചറിയുക. മിസ് പറഞ്ഞില്ലേ, സ്റ്റാഫിംഗ് പ്രോസസ്സിൽ പറഞ്ഞു തന്നെയാണെന്ന് പറഞ്ഞ് മിസ് പറഞ്ഞില്ലേ, ഓർക്കുന്നുണ്ടോ? ക്രിട്ടിക്കൽ കെയർ ആണോ, അല്ലെ? എന്താണ് മൈനർ ആയിട്ടുള്ള ഇഞ്ചുറീസ് ആണോ, അല്ലെ? അങ്ങനെയുള്ള ആ ഒരു പേഷ്യൻസിന്റെ നഴ്സിംഗ് കെയറിന്റെ ടൈപ്പ്, അവർക്ക് എത്ര സമയത്തേക്ക് ആ ഒരു എന്താണ് ആ ഒരു ദിവസം മുഴുവൻ അവർക്ക് ആ ഒരു നഴ്സിംഗ് പരിചരണം ആവശ്യമായി വരുന്നുണ്ടോ, അതല്ലെങ്കിൽ ഒരു കുറച്ച് സമയത്തേക്ക് മാത്രമാണ് അവർക്ക് ആ ഒരു നഴ്സിംഗ് പരിചരണം ആവശ്യമായി വരുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ടൈപ്പ്, എമൗണ്ട് തിരിച്ചറിയുക. ഓക്കെയാണോ? മിസ് പറഞ്ഞാണത്. സെലക്ടിങ് ആൻഡ് അപ്പോയിന്റിംഗ് എംപ്ലോയീസ് ഫ്രം അവൈലബിൾ അപ്ലിക്കൻസ്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, നമുക്ക് ലഭ്യമായിട്ടുള്ള അപേക്ഷകരിൽ നിന്ന്, അല്ലെ, അപ്ലിക്കൻസിൽ നിന്ന് എന്താണ് നമുക്ക് ഉചിതമായിട്ടുള്ള, അല്ലെ, നമുക്ക് അനുയോജ്യമായിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുക്കുകയും നിയമിക്കുകയും ചെയ്യുക. ഓക്കെയാണോ? മിസ് പറഞ്ഞാണോ? ഓക്കെയാണോ അത്? നെക്സ്റ്റ് പറയുന്നത് എയിം ഓഫ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ കോൺട്രാക്ട് ഓൺ 3 ബേസിക് എലമെന്റ്, അല്ലെ? എന്താണ് നമ്മുടെ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ കോൺട്രാക്ടിന്റെ പ്രധാനപ്പെട്ട 3 ബേസിക് എലമെന്റ്സ് എന്താണ്, അല്ലെ? അപ്പൊ ഫസ്റ്റ് പറയുന്നത് ഹൈ ക്വാളിറ്റി ഓഫ് നഴ്സിംഗ് കെയർ സർവീസസ്, അല്ലെ? എന്താണ് നമ്മ പേഷ്യൻസിന് കൊടുക്കുന്ന നഴ്സിംഗ് കെയർ എങ്ങനെയായിരിക്കണം? ഉയർന്ന ഗുണനിലവാരമുള്ള, അല്ലെ, ഉയർന്ന നിലവാരമുള്ള പരിചരണമായിരിക്കണോ പേഷ്യൻസിന് കൊടുക്കേണ്ടത്? ആണോ? ആയിരിക്കണം, അല്ലെ? അപ്പൊ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ കൊടുക്കുന്ന ഹോസ്പിറ്റലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു നഴ്സിംഗ് പരിചരണ സർവീസുകൾ, സേവനങ്ങള് ഉയർന്ന നിലവാരമുള്ളതായിരിക്കണം, അല്ലെ? നെക്സ്റ്റ് പറയുന്നത് a structured but stimulating environment with a job satisfaction as well as a change to develop their knowledge and skill, അല്ലെ? എന്താണ് ജോലിയുടെ സംതൃപ്തിയും അവരുടെ ആ ഒരു അറിവുകളും അവരുടെ ആ സ്കില്ലുകൾ, അല്ലെ, കഴിവുകളും വർദ്ധിപ്പിക്കുന്നതിനുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള, അല്ലെ, ഘടനാപരമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആയിരിക്കണം. പക്ഷെ എങ്ങനെയാകാൻ പാടില്ല? സ്ട്രക്ചേർഡ് ആണെന്നും പറഞ്ഞ് ഒരുപാട് റെസ്ട്രിക്ഷൻസ് കൊടുക്കാൻ പാടുള്ളൂ. അവരുടെ വർക്കുകളില് ഇങ്ങനെ മാത്രം ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയാൻ പാടുണ്ടോ? കമ്പൽ ചെയ്യാൻ പാടുണ്ടോ? അത് അവർക്ക് എന്താ ചെയ്യുന്നത്? നമ്മൊരു വർക്ക് ഇങ്ങനെ മാത്രം ചെയ്യാൻ പാടുള്ളൂ എന്ന് ചെയ്ത് കമ്പൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? അവർക്ക് കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുകയാണ്, അല്ലെ? എംപ്ലോയീസ്, നഴ്സുമാര്, അല്ലെ? അവിടെ നഴ്സുമാരാണ് പറയുന്നത്. അപ്പൊ അവർക്ക് കൂടുതൽ പ്രഷറും സ്ട്രെസ്സും വരികയാണ്, അല്ലെ? പക്ഷെ എന്തായിരിക്കണം അവര് ചെയ്യുന്ന ജോലികള്, അവര് ആ ഒരു ജോലിയുടെ സംതൃപ്തി, ജോബ് സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ, കൂടാതെ അവരുടെ നോളജുകൾ, അല്ലെ, അവർക്ക് ലഭിച്ചിട്ടുള്ള ആ ഒരു നോളജുകളും അവരുടെ കഴിവുകളും വർദ്ധിപ്പിക്കുന്ന രീതിയിലായിരിക്കണം. പക്ഷെ എങ്ങനെയായിരിക്കണം? സ്ട്രക്ചേർഡ് ആയിരിക്കണം, അല്ലെ? ഘടന, അതിന് സർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വേണം. പക്ഷെ എങ്ങനെയായിരിക്കും? സ്ട്രക്ചേർഡ് പക്ഷെ ഫ്ലെക്സിബിൾ, സ്റ്റിമുലേറ്റിംഗ്, അല്ലെ? എന്താണ് ഘടനയുണ്ട്, ഇങ്ങനെ മാത്രം ചെയ്യാൻ പാടുള്ളൂ എന്ന് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. എങ്കിലും എന്താണ് ഫ്ലെക്സിബിൾ ആയിരിക്കണം, അല്ലെ? ആണോ? നമ്മ പറയാറില്ലേ സർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, എന്നാലും എന്താണ് നമുക്ക് ചെയ്യുന്നത് ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കാറുണ്ട്, അല്ലെ? ജോലി ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റുന്നുണ്ട്, പറ്റും. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, പക്ഷെ എന്താണ് ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അയവുള്ളതായിരിക്കും, അല്ലെ? ഫ്ലെക്സിബിൾ ആയിരിക്കും. ഓക്കെയാണോ? വഴക്കമുള്ളതുമായിട്ടുള്ള റൂൾസ് ഉണ്ടെങ്കിലും സ്ട്രിക്റ്റ് അല്ലാത്ത എന്ന് പറയാൻ പാടില്ല, സ്ട്രിക്റ്റ് ആണ്, എന്നാലും നമുക്ക് എന്താണ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആയിരിക്കും അത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെയാണോ?
നമുക്ക് സ്ട്രക്ചർ നമ്മൾ ചെയ്യുന്ന ജോലികളിൽ എന്തെങ്കിലും ന്യൂനതകൾ വന്നാൽ നമുക്ക് പണിഷ്മെന്റ് തരുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യാം, ഒന്നുകൂടെ മോട്ടിവേറ്റ് ചെയ്യിക്കാം. അതിന് എന്താണ്, നമുക്ക് അതിനുചിതമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ നൽകുക. അപ്പൊ എന്താണ്, സ്ട്രക്ചേർഡ് ആണ് അല്ലെ, സ്ട്രക്ചേർഡ് ആണ്, പക്ഷെ എന്താണ്, അയവുള്ളതാണ്. പണിഷ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പണിഷ്മെന്റ് കിട്ടും. എന്തെങ്കിലും കൈപ്പിഴകൾ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പണിഷ്മെന്റ് കിട്ടും എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് കൂടുതൽ സ്ട്രെസ് വരികയാണ് അല്ലെ വർക്കില്. ആണോ? പൊതുവെയുള്ള കാര്യമാണ് അല്ലെ, സ്ട്രെസ് വരികയാണ്. പക്ഷെ എന്താണ്, ഘടനാപരമാണ് എങ്കിലും അയവുള്ള ഒരു എൻവിയോൺമെന്റ് ആയിരിക്കണം സ്റ്റാഫുകൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത്, a management process causing an efficient and effective pattern of nursing care services in the most frugal manner. അല്ലെ, എന്താണ്, ഫലപ്രദമായ, കാര്യക്ഷമവും ഫലപ്രദവുമായിട്ടുള്ള ഒരു നഴ്സിംഗ് പരിചരണം അല്ലെ, പരിചരണ രീതിക്ക് കാരണമാകുന്ന ഒരു മാനേജ്മെന്റ് പ്രക്രിയയായിരിക്കണം അല്ലെ. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ഹോസ്പിറ്റലിൽ എന്തുണ്ട്, ഒരുപാട് നഴ്സിംഗ് സെക്ഷനിൽ തന്നെ ഒരുപാട് സ്റ്റാഫുകൾ വരുന്നുണ്ട് അല്ലെ. പേഷ്യന്റ് കെയർ അസിസ്റ്റന്റ് മാത്രമാണോ വരുന്നത്? നഴ്സിംഗ് ഡയറക്ടർ ഉണ്ട്, നഴ്സിംഗ് എന്താണ് സൂപ്പർവൈസർ ഉണ്ട്, നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് ഉണ്ട് അല്ലെ, പല പൊസിഷനിലുള്ള ആളുകളുണ്ട് അല്ലെ. അപ്പൊ അവരെന്ത് കൊടുക്കുന്നുണ്ട്, നമ്മുടെ താഴെയുള്ള നഴ്സുമാര് അവരുടെ ജോലികൾ കൂടുതൽ എഫക്റ്റീവ് ആയിട്ടും എഫിഷ്യന്റ് ആയും ചെയ്യുന്നതിനുള്ള ഗൈഡൻസ് അല്ലെ, അത് കൊടുക്കുന്നുണ്ടോ? എങ്ങനെ ചെയ്യണം അല്ലെ, അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട് അല്ലെ. മേലെ തട്ടിലുള്ള സ്റ്റാഫുകള് ജീവനക്കാരന് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള അല്ലെ, അപ്പൊ എന്താണ്, നഴ്സിംഗ് കെയർ അല്ലെ, നമ്മുടെ നഴ്സുമാരുടെ പരിചരണം കൂടുതൽ കാര്യക്ഷമവും ഫലപ്രദമായിട്ടും ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ഒരു മാനേജ്മെന്റ് പ്രോസസ് ആയിരിക്കണം അല്ലെ ഈ ഒരു നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ മൂന്നാമത്തെ ബേസിക് എലമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? പിന്നെ എന്തൊക്കെയായിരിക്കണം, നമ്മുടെ നഴ്സുമാര് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു നഴ്സിംഗ് കെയർ എങ്ങനെയായിരിക്കണം, ഏറ്റവും മിതമായ രീതിയിൽ അല്ലെ, ഏറ്റവും നല്ല രീതിയിൽ, ഉചിതമായ രീതിയിലായിരിക്കണം പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ. നെക്സ്റ്റ് പറയുന്നത് ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഓഫ്, ഒന്നുകൂടെ പറയണം. ഓക്കെ, നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ കോൺട്രാക്ടിന്റെ 3 പ്രധാനപ്പെട്ട എലമെന്റ്സ് അല്ലെ. അപ്പൊ ഫസ്റ്റ് വരുന്നത് എന്താണ്, ഹൈ ക്വാളിറ്റി നഴ്സിംഗ് കെയർ സർവീസസ് അല്ലെ. എന്താണ്, പേഷ്യൻസിന് നഴ്സുമാര് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു നഴ്സിംഗ് കെയർ സർവീസ് എങ്ങനെയായിരിക്കണം, ഉയർന്ന ഗുണനിലവാരമുള്ളത് അല്ലെ, ഉയർന്ന നിലവാരമുള്ളതായിരിക്കണോ. നമുക്ക് കിട്ടുന്ന ഒരു ഹോസ്പിറ്റലിന് നമുക്ക് കിട്ടുന്ന ആ ഒരു നഴ്സിംഗ് കെയറിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെ നമ്മുടെ രോഗശമനവും നമുക്ക് ലഭിക്കുന്ന ഔട്ട്കംസുകളും വരുന്നത്. ആണോ? ഡോക്ടറുടെ സേവനങ്ങൾ, നഴ്സുമാരുടെ സർവീസുകളൊക്കെ ബേസ് ചെയ്തിട്ടാണ് അല്ലെ. അപ്പൊ പേഷ്യൻസിന് കൊടുക്കുന്ന ആ ഒരു നഴ്സിംഗ് കെയർ സർവീസ് എങ്ങനെയായിരിക്കണം, ഹൈ ക്വാളിറ്റി ഉള്ളതായിരിക്കണം. ഇപ്പൊ നിങ്ങൾ ആരെയും നിങ്ങളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്, നിങ്ങളോട് ആ ഒരു സിസ്റ്റർമാരുടെ സമീപനം ശരിയായ രീതിയിലല്ല, നിങ്ങൾക്ക് ശരിയായ രീതിയിൽ അവർ മരുന്നുകൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല, നിങ്ങളെ വൈറ്റൽസ് എടുക്കുന്നില്ല, നിങ്ങൾക്ക് ഉചിതമായ രീതിയിൽ ഡോക്ടേഴ്സ് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല, നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കോ? ആ ഒരു ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കോ? ഇല്ല അല്ലേ. അപ്പൊ എന്താണ്, നഴ്സുമാരുടെ ആ ഒരു കെയർ രോഗിയെ പരിചരിക്കുന്ന ആ ഒരു രീതി എങ്ങനെയായിരിക്കണം, ഹൈ ക്വാളിറ്റി ഉള്ളതായിരിക്കണം അല്ലേ. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ആ ഒരു നഴ്സുമാരുടെ നഴ്സിംഗ് ആ സ്റ്റാഫുകളുടെ എന്താണ് അവരുടെ ജോബ് സാറ്റിസ്ഫാക്ഷൻ. നമുക്ക് ജോലി ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നത് എപ്പോഴാണ്, ക്ലാസ് പോലെ എപ്പോഴാണ് കൂടുതൽ 100% എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നത് എപ്പോഴാണ്,
നമുക്ക് ആ ജോലിയോട് ഒരു തൃപ്തി വരണം അല്ലെ, ഒരു ഇഷ്ടം വരണം. ആണോ? ആണോ? അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? ജോലിയുടെ അപ്പൊ നമ്മുടെ നഴ്സിംഗ് സ്റ്റാഫുകളുടെ ജോബ് സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കേണ്ടതിനെ അവർ ആ ജോലികളുടെ ആ ഒരു തൃപ്തി, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കുകയും കൂടാതെ എന്താണ് അവർക്ക് ലഭിച്ചിട്ടുള്ള അല്ലെ അവർക്കുള്ള ആ ഒരു നോളജുകളും സ്കില്ലുകളും വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചേർഡ് അല്ലെ ഒരു ഘടനാപരമായിട്ടുള്ള പക്ഷെ എന്താണ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അല്ലെ അയക്കം അല്ലെങ്കിൽ വഴക്കമുള്ളതുമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആയിരിക്കണം അവർക്ക് നൽകേണ്ടത്. ഓക്കെയാണോ? അതാണ് രണ്ടാമത്തെ എലമെന്റ്സ്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? നമ്മുടെ നഴ്സിംഗ് കെയർ കൂടുതൽ അല്ലെ എഫിഷ്യന്റ് ആയിട്ടും എഫക്റ്റീവ് ആയിട്ട് കാര്യക്ഷമമായിട്ടും ഫലപ്രദമായിട്ടും അവർക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്യാൻ കാരണമാകുന്ന ഒരു രീതിയിലുള്ള ഒരു മാനേജ്മെന്റ് പ്രോസസ് ആയിരിക്കണം അല്ലെ. എന്താണ് നമ്മുടെ താഴെയുള്ള നഴ്സുമാര് അവരുടെ പ്രവർത്തനങ്ങൾ ആരാണ് വിലയിരുത്തുന്നത്? അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിരിക്കും അല്ലെ? ആണോ? മാനേജ്മെന്റ് ആയിരിക്കും, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിരിക്കും. അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത് ആരാ? നമ്മുടെ നഴ്സുമാരുടെ. അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത് ആരാ? നഴ്സിംഗ് സൂപ്പർവൈസർ, നഴ്സിംഗ് ഡയറക്ടർ, നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരു മാനേജ്മെന്റ് പ്രോസസ് ആയിരിക്കണം ഓർഗനൈസേഷനിൽ നിലവിലുള്ളത്. കൂടാതെ അവരുടെ സർവീസ് എങ്ങനെയായിരിക്കണം? ഏറ്റവും മിതമായ ഏറ്റവും ഉചിതമായ രീതിയിലായിരിക്കണം അല്ലേ? പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണങ്ങളാ ഒക്കെയാണോ? ക്ലിയർ ആണോ? ആരാ ചോദിച്ചേ? ഓക്കെ ആയോ? നെക്സ്റ്റ് എടുക്കാലോ. നെക്സ്റ്റ് പറയുന്നത് ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഓഫ് സ്റ്റാഫിംഗ്. നമ്മുടെ സ്റ്റാഫിംഗിന്റെ പ്രധാനപ്പെട്ട എലമെന്റ്സ് അല്ലെ ഘടകങ്ങൾ ഏതെല്ലാമാണ്? ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് നഴ്സിംഗ് സ്റ്റാഫ് അല്ലെ. നമ്മുടെ നഴ്സിംഗ് സ്റ്റാഫുകളുടെ ആ ഒരു ഗുണനിലവാരം ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ആണ് അല്ലെ. ഫസ്റ്റ് പറയുന്നത് it depends on the suitable educational training given to the nursing staff for the kind of service they are being made ready for. എന്താണ് ഇത്? നഴ്സിംഗ് സ്റ്റാഫുകൾ അവര് നൽകുന്ന സേവനത്തിന് അനുയോജ്യമായ വിദ്യാഭ്യാസ പരിശീലനത്തെ ആശ്രയിച്ചിരിക്കുന്നു അല്ലെ. എന്താണ് അവര് നൽകുന്ന ആ ഒരു സർവീസുകൾ അവർക്ക് ലഭിച്ചിട്ടുള്ള ആ ഒരു എഡ്യൂക്കേഷന്റെ അടിസ്ഥാനത്തിലാണോ അല്ലെ. ഇപ്പൊ നമ്മ പറഞ്ഞു ഒരു നഴ്സിംഗിനെ ഒരു സ്റ്റാഫിങ്ങിനെ തിരഞ്ഞെടുക്കണമെങ്കിൽ എന്ത് നോക്കുന്നുണ്ട്? ക്വാളിഫിക്കേഷൻ നോക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ നമ്മുടെ അക്കൗണ്ട്സിൽ ഒരാളെയാണ് നമ്മ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അവർക്ക് എന്തറിയണം? ഫിനാൻസുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിങ് അറിയണം അല്ലെ. ബികോം കഴിഞ്ഞവരായിരിക്കണം, അക്കൗണ്ടിങ് കഴിഞ്ഞവരായിരിക്കണം അല്ലെ. ആണോ? അല്ലേ? ആ ഒരു ജോലി അവർക്ക് കറക്റ്റ് ആയിട്ട് അല്ലെ എഫിഷ്യന്റ് ആയി ചെയ്യണമെങ്കിൽ അവർക്ക് എന്തായിരിക്കണം? അതിനുള്ള ഒരു എഡ്യൂക്കേഷൻ ട്രെയിനിങ് ഉണ്ടായിരിക്കണ്ടേ? ടീച്ചർ ആണെങ്കിൽ BEd കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം. കൂടാതെ അതുമായി അവർ പഠിക്കുന്ന ആ ഒരു സെക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിവുകൾ ഉണ്ടായിരിക്കണം അല്ലെ. അത് പഠിച്ചിട്ടുണ്ടായിരിക്കണം, ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം അല്ലെ. ആണോ? നിങ്ങൾ പഠിക്കുന്നത് എന്തിനാ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് വേണ്ടി അഡ്മിനിസ്ട്രേഷൻ വർക്ക് ചെയ്യാനായിട്ട് അല്ലെ. അപ്പൊ അതേപോലെ എന്താണ് അവരാ ചെയ്യുന്ന ആ ഒരു സേവനത്തിന് ഉചിതമായിട്ടുള്ള ആ ഒരു എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങിനെ ആശ്രയിച്ചിരിക്കുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് യൂട്ടിലൈസേഷൻ അല്ലെ. The nursing staff must be allotted work in such a way that the knowledge skills acquired are best used for the purpose they were imparted for trained അല്ലെ. നഴ്സിംഗ് സ്റ്റാഫുകൾക്ക് ജോലി അനുവദിക്കേണ്ടത് അവർക്ക് നൽകേണ്ട ജോലി എങ്ങനെയായിരിക്കണം അനുവദിക്കേണ്ടത്? അവർ നേടിയ ആ ഒരു അറിവ് അല്ലെ എഡ്യൂക്കേഷൻ അവർക്ക് പകർന്നു നൽകിയതോ അല്ലെങ്കിൽ പരിശീലിച്ചതോ ആയ ആ ഒരു എഡ്യൂക്കേഷൻ നോളജ് അവർക്ക് ഏറ്റവും നന്നായി ഉപയോഗിക്കുന്ന വിധത്തിലായിരിക്കണം അല്ലെ. ആണോ? നമുക്ക് അവർക്ക് നൽകേണ്ട ജോലി എന്താണ്? അവർ പഠിച്ചിരിക്കുന്ന ആ ഒരു നോളജ് അല്ലെ അവരെന്താണോ പഠിച്ചിരിക്കുന്നത് അത് അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ജോലികളായിരിക്കണം അവർക്ക് നൽകേണ്ടത്. ആണോ?
അല്ലേ? എന്താണ് നമ്മ നഴ്സിംഗ് സ്റ്റാഫുകൾക്ക് അവർക്കുള്ള ജോലി അനുവദിക്കേണ്ടത്, അവർക്ക് ലഭിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവര് അക്വയർഡ് ചെയ്തിരിക്കുന്ന അല്ലെ, അവര് ആർജിച്ചിരിക്കുന്ന ആ ഒരു നോളജ് അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ജോലികളായിരിക്കണം. ഓക്കെ ആണോ? ആ ഒരു പേരിൽ തന്നെയുണ്ട് യൂട്ടിലൈസ് ചെയ്യുക അല്ലെ. അവർക്ക് നേടിയിരിക്കുന്ന ആ ഒരു എഡ്യൂക്കേഷൻ നോളജ് അല്ലെങ്കിൽ അവർക്ക് ലഭിച്ചിരിക്കുന്ന ട്രെയിനിങ് അവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ അല്ലെ, ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന, നന്നായി ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അവർക്കുള്ള ജോലികൾ അനുവദിക്കേണ്ടത്. ഓക്കെ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ഇച്ചിരി ടഫാണ്, അതുകൊണ്ടാണ് മിസ് പതുക്കെ എടുക്കുന്നത് കേട്ടോ. നമ്മുടെ ഫാർമസിയൊക്കെ ഇച്ചിരി കൂടെ സ്പീഡിലാണ് മിസ് പോയത്. നോക്കിയല്ലേ ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഓഫ് സ്റ്റാഫിംഗ്? നോക്കിയല്ലേ എല്ലാവർക്കും? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. എല്ലാവരും ഉറങ്ങാണോ? ഉച്ചക്കലത്തെ ബാച്ച് അല്ലേ? വായിക്കണോ? വായിച്ചിട്ട് മിസ് എടുക്കാന്ന്. ഉച്ചക്കലത്തെ ബാച്ച് രണ്ടാമത്തെ പീരീഡ് അല്ലേ? അത് ഈ ഒരു ഇച്ചിരി ടഫുള്ള ടോപ്പിക്കും അല്ലേ? അകപ്പാട് ബോറടിക്കുന്നുണ്ടോ? അർത്ഥം വരുന്നുണ്ടോ? കണ്ണൊക്കെ തിരുമ്പി മുഖമൊക്കെ കഴിഞ്ഞ് വേഗം വന്നിരുന്നേ. സെക്കൻഡ് പോയിന്റ് ഒന്നുകൂടെ പറയണം. സെക്കൻഡ് പോയിന്റ് എന്താണ്? നമ്മ നഴ്സിംഗ് സ്റ്റാഫുകൾക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നമ്മ നഴ്സിംഗ് സ്റ്റാഫുകൾക്ക് അവർക്കുള്ള ആ ഒരു സേവനം, അവര് ചെയ്യേണ്ട ജോലി നമ്മൾ നൽകേണ്ടത് എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം? അവർക്ക് എന്തൊക്കെ തരത്തിലുള്ള എഡ്യൂക്കേഷൻ ഉണ്ട് അല്ലെ, അറിവുണ്ട്, അവർക്ക് എന്തൊക്കെ തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ ലഭിച്ചിട്ടുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അത് ഏറ്റവും ഉചിതമായി ചെയ്യാവുന്ന അല്ലെ, ഉപയോഗിക്കാവുന്ന വിധത്തിലായിരിക്കണം അവർക്കുള്ള ആ ഒരു ജോലി നൽകേണ്ടത്. ഓക്കെ ആണോ? നഴ്സിംഗ് സ്റ്റാഫുകൾക്ക് ജോലി അവർ ഏതൊക്കെ തരത്തിലുള്ള നോളജ് അവർക്ക് ലഭിച്ചിട്ടുണ്ട്, അവർക്ക് എന്തൊക്കെ ട്രെയിനിങ്ങുകൾ ലഭിച്ചിട്ടുണ്ട്, ആ ഒരു ട്രെയിനിങ്ങുകളും നോളജും അവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ജോലികളായിരിക്കണം അവർക്ക് നൽകേണ്ടത്. ഓക്കെ ആണോ? വായിച്ചു നോക്കിയോ മിസ്? നെക്സ്റ്റ് എടുക്കാം. നെക്സ്റ്റ് കുഴപ്പമില്ല കേട്ടോ, നെക്സ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഭാഗങ്ങളാണ് കേട്ടോ. എടുക്കട്ടെ മിസ്. സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗ് അല്ലെ, സ്റ്റാഫിംഗ് സംവിധാനം. അപ്പൊ നോക്കി, recognize the nursing care hours needed to care for a patient for a day or a shift അല്ലെ. എന്താണ്? ഒരു രോഗിയെ ഒരു ദിവസത്തേക്കോ ഒരു ഷിഫ്റ്റിലേക്കോ പരിചരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ആ ഒരു നഴ്സിംഗ് കെയർ സേവന സമയം തിരിച്ചറിയുക അല്ലെ. ക്രിട്ടിക്കൽ പേഷ്യൻസ് ആണ്, വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസ് ആണ്, അല്ലെങ്കിൽ ഐസിയുല് എമർജൻസി സിറ്റുവേഷനിൽ കിടക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് എന്ത് വേണം? ചിലപ്പോ ആ ഒരു ദിവസത്തേക്ക് മൊത്തം നഴ്സിംഗ് കെയർ ആവശ്യമായി വരുന്നുണ്ട് അല്ലെ. 24 hours ആവശ്യമായി വരുന്നുണ്ട്. അതല്ല നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളായിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ആ ഒരു കുറച്ച് സമയത്തേക്ക് മാത്രം മരുന്നുകൾ എടുത്തു തരാൻ വരിക അല്ലെ, അല്ലെങ്കിൽ ഡോക്ടറുടെ കൂടെ റൗണ്ട്സിന് വരിക, അല്ലെങ്കിൽ നമ്മുടെ വൈറ്റൽസ് എടുക്കാൻ, പ്രഷർ എടുക്കാൻ ആ ഒരു കുറച്ച് സമയത്തേക്ക് മാത്രം ആവശ്യമായി വരുന്നുള്ളൂ അല്ലെ. അങ്ങനെയാണോ? അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ കാഷ്വാലിറ്റിയിൽ കൊണ്ടുവരുന്ന സമയത്താണെങ്കിൽ ആ ഒരു കുറച്ച് സമയത്തേക്ക് അല്ലെ, ഒരു 4 മണിക്കൂറോ 5 മണിക്കൂറോ മാത്രമാണ് അല്ലെ പേഷ്യൻസിന് ആവശ്യമായി വരുന്നുള്ള നഴ്സിംഗ് കെയർ. അപ്പൊ എന്ത് തിരിച്ചറിയാം? ആ രോഗിയെ ഒരു ദിവസത്തേക്കാണോ അല്ലെങ്കിൽ ഒരു ഷിഫ്റ്റിലേക്കാണോ പരിചരിക്കേണ്ടത് എന്നുള്ള ആ ഒരു നഴ്സിംഗ് കെയർ സമയം തിരിച്ചറിയുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് എന്തിനൊക്കെ അടിസ്ഥാനത്തിലാണ് അവിടെ എത്ര നഴ്സിംഗ് സ്റ്റാഫുകൾ വേണം എന്ന് മനസ്സിലാകുന്നത്? staffing relies on a capacity of hospital, standards provided, number of beds and different treatment services അല്ലെ. ആ ഒരു ഹോസ്പിറ്റലിന്റെ വലിപ്പോ അവിടെ എന്തൊക്കെ തരത്തിലുള്ള സർവീസുകൾ നൽകുന്നുണ്ട് അല്ലെ, ഏതൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലല്ലേ നമുക്ക് നഴ്സുമാരുടെ ആവശ്യം വരുന്നത്. ചെറിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ ഒരുപാട് നഴ്സുമാർ ആവശ്യമായി വരുന്നുണ്ടോ? ലാർജ് ഹോസ്പിറ്റലിന്റെ അത്രയും
സ്മോൾ സൈസ്ഡ് ഹോസ്പിറ്റൽ ആണെങ്കിൽ ലാർജ് സൈസ്ഡ് ഹോസ്പിറ്റലിന്റെ അത്രയും നഴ്സുമാർ ആവശ്യമായി വരുന്നുണ്ടോ? ഇല്ല അല്ലേ? കിട്ടിയില്ല. എന്ന് വെച്ചാല് സ്റ്റാഫിംഗ് റേസ്, സ്റ്റാഫിംഗ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, എത്ര നഴ്സുമാര് വേണം എന്നുള്ളത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആ ഒരു ഹോസ്പിറ്റലിന്റെ കപ്പാസിറ്റി. വലിയ ഹോസ്പിറ്റലാണോ, സ്മോൾ സൈസ്ഡ് ഹോസ്പിറ്റലാണോ, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആണല്ലോ, അങ്ങനെയുള്ള ആ ഒരു കപ്പാസിറ്റിയുടെ അടിസ്ഥാനത്തിൽ അവിടെ ഏതൊക്കെ തരത്തിലുള്ള സ്റ്റാൻഡേർഡുകൾ അല്ലെ, എന്തൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ, എന്തൊക്കെ തരത്തിലുള്ള സർവീസുകൾ, എന്തൊക്കെ ഫെസിലിറ്റീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന്, പിന്നെ അവിടെ എത്ര നമ്പർ ഓഫ് ബെഡ്സ് ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെ. ഇപ്പൊ ലാർജ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ആവശ്യമുള്ള സ്റ്റാഫുകൾ നമുക്ക് സ്മോൾ സൈസ്ഡ് ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായി വരുന്നുണ്ടോ? ഇല്ല അല്ലേ? അപ്പൊ അതാണ് പറയുന്നത് സ്റ്റാഫിംഗ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ആ ഒരു ഹോസ്പിറ്റലിന്റെ കപ്പാസിറ്റി, അവിടെ എന്തൊക്കെ സ്റ്റാൻഡേർഡുകൾ നൽകുന്നുണ്ട്, അവിടെ എത്ര നമ്പർ ഓഫ് ബെഡ്സ് ഉണ്ട്, അവിടെ എന്തൊക്കെ തരത്തിലുള്ള ഡിഫറെന്റ് ടൈപ്സ് അല്ലെ ട്രീറ്റ്മെന്റുകൾ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത്, in anticipating nursing workload, a manager must calculate not only the total number of patients to be cared for, but also the proportion in each category: self-care, minimal care, full care, intensive care, because care needs differ from category to another. മനസ്സിലായോ? ആ ഒരു ഇല്ല. ഓക്കെ, ആ ഒരു മാനേജർ നമ്മുടെ നഴ്സുമാരുടെ വർക്കിംഗ് ലോഡ്, അവർക്ക് ഒരുപാട് വർക്ക് ലോഡ് വരുന്നുണ്ടോ, അവർക്ക് കുറച്ച് ജോലി മാത്രം വരുന്നുള്ളോ എന്ന് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അവിടെ എത്ര നമ്പർ ഓഫ് പേഷ്യൻസ് ഉണ്ട് എന്നത് മാത്രം നോക്കിയിട്ടല്ല അല്ലെ. എന്ത് നോക്കണം? ആ ഒരു പേഷ്യൻസ് എത്ര നമ്പർ ഓഫ് പേഷ്യൻസ് ഉണ്ട്, കൂടാതെ അവർ ഏത് കാറ്റഗറിയിൽ പെടുന്ന പേഷ്യൻസ് ആണ് എന്ന് കൂടി നോക്കണം അല്ലെ. ഇപ്പൊ മിനിമൽ കെയർ ആണ് അല്ലെങ്കിൽ സെൽഫ് കെയർ ആണ് വരുന്നതെങ്കിൽ അവർക്ക് എന്താണ്, നമ്മുടെ നഴ്സുമാരുടെ പരിചരണം ഒരുപാട് നേരത്തേക്ക് ആവശ്യമായി വരുന്നുണ്ടോ? സെൽഫ് കെയർ ആണെങ്കിൽ അവരെന്താണ്, മരുന്നുകൾ അവർ സ്വയം എടുത്ത് കഴിക്കും, അവര് ടോയ്ലറ്റിൽ ഒറ്റക്ക് പോകും അല്ലെ, അവരെ ഭക്ഷണം അവർ ഒറ്റക്ക് എടുത്ത് കഴിക്കും. മിനിമൽ കെയർ ആണെങ്കിൽ അങ്ങനെയാണ് അല്ലെ, അത് ജസ്റ്റ് ആ ഒരു സമയത്തേക്ക് മാത്രം ആവശ്യമായി വരുന്നുള്ളൂ അല്ലെ. ഫുൾ കെയറും ഇന്റൻസീവ് കെയറും ഒക്കെ ആണെങ്കിൽ എന്താണ്, നമ്മുടെ നഴ്സുമാര് ഫുൾ ടൈം ആ ഒരു പേഷ്യൻസിന്റെ അടുത്ത് തന്നെ ഇരുന്ന് പരിചരണം കൊടുക്കണോ? ഫുൾ കെയറും ഇന്റൻസീവ് കെയറും ആണെങ്കിൽ വേണം. ഫുൾ കെയർ ആണെങ്കിൽ അവരടുത്ത് നിന്ന് അവരുടെ ഓരോ കാര്യങ്ങളും നമ്മൾ മോണിറ്റർ ചെയ്ത് ഒബ്സർവ് ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള കെയർസ് ഒക്കെ കൊടുക്കണം. നമ്മുടെ വെന്റിലേറ്റേഴ്സിലും ICUലൊക്കെ കിടക്കുന്ന പേഷ്യൻസിനല്ലേ ഫുൾ ടൈം കെയർ കിട്ടുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു പേഷ്യൻസ് ഏത് കാറ്റഗറിയിൽ പെടുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ആ ഒരു നഴ്സിംഗ് കെയറിന്റെ ആ ഒരു വർക്ക് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെയാണോ? ബിക്കോസ് കെയർ നീഡ്സ് ഡിഫർ ഫ്രം കാറ്റഗറി ടു അനദർ അല്ലെ. ഒരു കാറ്റഗറിയിൽ നിന്ന് മറ്റൊരു കാറ്റഗറിയിലേക്ക് മാറുന്നതിനനുസരിച്ച് ആ ഒരു പേഷ്യൻസിന് ആവശ്യമായി വരുന്ന ആ ഒരു കെയറിലും വ്യത്യാസങ്ങൾ വരുന്നു. ഓക്കെയാണോ? നമുക്ക് സെൽഫ് കെയറിന്റെ അത്രയും ഇന്റൻസീവ് കെയറിൽ അല്ലെങ്കിൽ ഫുൾ കെയറിൽ കിടക്കുന്ന പേഷ്യൻസിന് കൊടുക്കുന്ന അത്രയും കെയർ സെൽഫ് കെയർ പേഷ്യൻസിന് കൊടുക്കേണ്ടി വരുന്നുണ്ടോ? വേണ്ട അല്ലെ, വേണ്ട അല്ലെ. ക്ലിയർ ആയോ? ഇപ്പൊ ക്ലിയർ ആയില്ല സബീറ? ഓക്കെ ആണെന്നാണോ? വേണ്ട, കെയർ വേണ്ട എന്നാണോ? ഓക്കെയാണ്, എല്ലാവർക്കും ക്ലിയർ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ. എടുക്കാലോ? ബാക്കി എല്ലാവരും എന്തും ഉണ്ടാതിരിക്കും. ഓക്കെയാണ്. ഓക്കെ, നെക്സ്റ്റ് കെയർ വേണ്ട. ഓക്കെ, നെക്സ്റ്റ് ടൈപ്സ് ഓഫ് പേഷ്യന്റ് കെയർ ഇൻക്ലൂഡ് അല്ലെ. നമ്മുടെ പേഷ്യന്റ് കെയറിന്റെ ടൈപ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് പറയുന്നത് ഡയറക്റ്റ് കെയർ അല്ലെ. ഡയറക്റ്റ് കെയർ എന്ന് പറഞ്ഞാൽ ഏതാ?
ഫുൾ കെയർ, ഇന്റൻസീവ് കെയർ ഒക്കെ ഡയറക്റ്റ് കെയർ ആണ് അല്ലേ? ആണോ? അല്ലേ? ഡയറക്റ്റ് കെയർ ഈസ് കെയർ നേരിട്ടുള്ള, ഓക്കെ, ഈസ് കെയർ given by nursing staff while working in the present patient and related to the patient physical and psychological requirements. എന്താണ് നമ്മുടെ രോഗിയുടെ ശാരീരിക, ഫിസിക്കലി ആയിക്കോട്ടെ സൈക്കോളജിക്കലി മാനസികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് അനുസൃതമായിട്ട് എന്താണ് രോഗിയുടെ സാന്നിധ്യത്തില് നഴ്സിംഗ് ജീവനക്കാർ നൽകുന്ന ആ ഒരു പരിചരണം, നഴ്സിംഗ് കെയറിനെയാണ് ഡയറക്റ്റ് കെയർ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ നോക്കി, ഡയറക്റ്റ് കെയർ കൺസിസ്റ്റ് ഓഫ് ഫീഡിംഗ് അല്ലെ, അവർക്ക് ഭക്ഷണം നൽകുന്നതിന് വേണ്ടി നമ്മുടെ നഴ്സുമാരുടെ സഹായം, കെയർ ആവശ്യമായി വരാം, ട്രീറ്റ്മെന്റിന് വേണ്ടി, അവരെ മൊബിലിറ്റി അല്ലെ, അവരങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റുന്നതിന് വേണ്ടി അല്ലെ, ചലനത്തിന് വേണ്ടിയിട്ട്, അവർക്ക് മരുന്നുകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ആൻഡ് മോർ ഡിപ്പെൻഡൻസ് ദ പേഷ്യൻസ് ഈസ് ഓൺ ദ നഴ്സ് ടു കണ്ടക്ട് റിലേറ്റഡ് ആക്ടിവിറ്റി അല്ലെ, അനുബന്ധ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നഴ്സിനെ എത്രത്തോളം ആശ്രയിക്കുന്നുവോ, the more hours of nursing care is required for that patients അല്ലെ? അപ്പൊ എന്താണ്, അത്രയും സമയം എന്താണ് നമ്മുടെ നഴ്സ് പരിചരണം ആ രോഗിക്ക് ആവശ്യമായി വരുന്നു അല്ലെ? നമ്മുടെ ഇങ്ങനെയുള്ള ഫീഡിങ്ങിന് വേണ്ടി, ട്രീറ്റ്മെന്റിന് വേണ്ടി, മൊബിലിറ്റിക്ക് വേണ്ടി, മെഡിക്കേഷൻസിനൊക്കെ വേണ്ടി നമ്മുടെ പേഷ്യൻസ് നമ്മുടെ നഴ്സുമാരുടെ എത്രത്തോളം ആശ്രയിക്കുന്നുവോ അത്രത്തോളം സമയം എന്താണ് നമ്മുടെ നഴ്സുമാരുടെ പരിചരണം അവർക്ക് കൊടുക്കണ്ടേ? അപ്പൊ അതാണ് ഡയറക്റ്റ് കെയർ എന്ന് പറയുന്നത്. നമ്മൾ രോഗിയുമായിട്ടുള്ള നേരിട്ടുള്ള പരിചരണം അല്ലെ, അവർക്ക് ആവശ്യമായിട്ടുള്ള, അവർക്ക് ഭക്ഷണം നൽകാൻ, അവരുടെ മരുന്നുകളെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്, അവരെ മാറ്റുന്ന ഷിഫ്റ്റ് അല്ലെ, മൊബിലിറ്റി തിരിച്ചൊക്കെ കടത്താൻ, അവരുടെ മൊബിലിറ്റിക്ക് വേണ്ടിയിട്ട്, അവരുടെ മെഡിക്കേഷൻസ് നൽകുന്നതിന് വേണ്ടിയിട്ട്, മറ്റ് അനുബന്ധ പ്രവർത്തനം, നമ്മുടെ രോഗിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടി നമ്മുടെ രോഗി ആ ഒരു നഴ്സിനെ എത്രത്തോളം ആശ്രയിക്കുന്നുവോ അത്രത്തോളം സമയം ആ ഒരു നഴ്സിംഗ് കെയർ ആ രോഗിക്ക് ആവശ്യമായി വരുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഇൻഡയറക്റ്റ് കെയർ അല്ലെ? ഇൻഡയറക്റ്റ് കെയർ എന്താണ്? അസാന്നിധ്യത്തിൽ അല്ലെ? അപ്പൊ ആർ ദോസ് മെജേഴ്സ് അണ്ടർടേക്കൺ ഓൺ ദ പേഷ്യന്റ് ബിഹാഫ് ബട്ട് റിമൂവ്ഡ് ഫ്രം ഹിസ് പ്രസൻസ്. എന്താണ്, നമ്മുടെ രോഗിയുടെ പേരില് അവര് ആ ഒരു ഇതില് ഏറ്റെടുക്കുന്ന ജോലി ആയിരിക്കാം, പക്ഷെ എന്താണ്, എന്നാൽ രോഗിയുടെ അസാന്നിധ്യത്തിലായിരിക്കാം ഇത്തരം ജോലികൾ നടത്തുന്നത്. അതാണ് ഇൻഡയറക്റ്റ് കെയർ. ഇൻഡയറക്റ്റ് കെയർ കൺസിസ്റ്റ് ഓഫ് അസംബ്ലിംഗ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ് അല്ലെ? നമ്മുടെ രോഗിക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റുകൾ സപ്ലൈ ചെയ്യാം, അവർക്ക് ആവശ്യമായുള്ള മെഡിക്കേഷൻസ് സപ്ലൈ ചെയ്യുന്നതൊക്കെ എന്താണ്? ഇൻഡയറക്റ്റ് കെയർ ആണ് അല്ലെ? ആണോ? നേരിട്ടല്ലാത്തതാണ് അല്ലെ? നെക്സ്റ്റ് സീക്കിംഗ് അഡ്വൈസ് വിത്ത് അതർ ഹെൽത്ത് കെയർ ടീം മെമ്പേഴ്സ് അല്ലെ? നമ്മ കാണുന്ന നമ്മ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ എന്ത് ചെയ്യാറുണ്ട്? ചിലപ്പോ നമ്മളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? അവരുടെ കൊളീഗ്സിനോട് ചോദിച്ച് മനസ്സിലാക്കാറുണ്ടോ? അഡ്വൈസ് വയ്ക്കാറുണ്ട് അല്ലെ? അല്ലെങ്കിൽ അവരെ സീനിയർ ഡോക്ടേഴ്സിനോടൊക്കെ ചോദിക്കാറുണ്ടോ? ഉണ്ട്. അപ്പൊ അതെന്താണ്? ആ ഒരു സീനിയർ ഡോക്ടറുടെ സേവനം അല്ലെങ്കിൽ അവരുടെ ആ ഒരു കൊളീഗ്സിന്റെ സേവനം എന്താണ്? ഇൻഡയറക്റ്റ് കെയർ ആണ് അല്ലെ? ഇൻഡയറക്റ്റ് കെയർ ആണോ? അപ്പൊ സീക്കിംഗ് അഡ്വൈസ് വിത്ത് അതർ ഹെൽത്ത് കെയർ ടീം മെമ്പേഴ്സ്, റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് പേഷ്യൻസ് റെക്കോർഡ് അല്ലെ? എന്താണ്, നമ്മുടെ പേഷ്യൻസിന്റെ റെക്കോർഡുകൾ എഴുതുന്നതും അത് റീഡ് ചെയ്യുന്നതും അല്ലെ? നെക്സ്റ്റ് പറയുന്നത് റിപ്പോർട്ടിംഗ് അല്ലെ? നമ്മുടെ ഡിസ്ചാർജ് സമ്മറി അല്ലെങ്കിൽ നമ്മുടെ പേഷ്യന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നത്, അത് ഇൻഡയറക്റ്റ് കെയർ ആണ്. നെക്സ്റ്റ് പറയുന്നത് കൺസ്ട്രക്ടിങ് ഡിസ്ചാർജ് പ്ലാൻസ് എക്സെട്ര അല്ലെ? നമ്മുടെ ഡിസ്ചാർജ് പ്ലാൻസുകൾ നിർമ്മിക്കുന്നത്, അതായത് ഡിസ്ചാർജ് സമ്മറി, അതുമായി ബന്ധപ്പെട്ടുള്ള ഫില്ലിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർമ്മിക്കുന്നതും എന്താണ്? ഇൻഡയറക്റ്റ് കെയർ ആണ്. ഓക്കെ ആണോ? ഇൻഡയറക്റ്റിന്റെ ഫസ്റ്റ് സെന്റൻസോ എന്ന് വെച്ചാല് നമ്മ എന്താണ്, നമ്മ രോഗിയെ
ആ രോഗിയുടെ പേരിൽ ഏറ്റെടുക്കുന്ന ജോലിയാണ് അല്ലെ. ഇപ്പൊ ഡിസ്ചാർജ് സമ്മറി തയ്യാറാക്കുക, ആ ഒരു പേഷ്യന്റിന്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കുക, അല്ലെങ്കിൽ ആ ഒരു എന്താണ് രോഗിയെ കുറിച്ചുള്ള വിവരങ്ങൾ മറ്റു ഡോക്ടേഴ്സിനെ പറഞ്ഞിട്ട് അവരിൽ നിന്ന് അഡ്വൈസ് വാങ്ങിക്കുക അല്ലെ, ഉപദേശങ്ങൾ വാങ്ങിക്കുക, അല്ലെങ്കിൽ ആ രോഗിക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റുകൾ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള മെഡിക്കേഷൻസ് ഒക്കെ സപ്ലൈ ചെയ്യുന്നത് നമ്മൾ ആ രോഗിയുടെ പേരിൽ ഏറ്റെടുക്കുന്ന ജോലിയല്ലേ, ആ ഒരു പർട്ടിക്കുലർ രോഗിക്ക് വേണ്ടി ചെയ്യുന്നതാണ് അല്ലെ. പക്ഷെ രോഗി അറിയുന്നുണ്ടോ? രോഗിയുടെ അസാന്നിധ്യത്തിലാണ് അല്ലെ, ആണോ? അല്ലെ, രോഗിയുടെ അസാന്നിധ്യത്തിലല്ലേ. അപ്പൊ അങ്ങനെയുള്ള കെയർസിനെയാണ് ഇൻഡയറക്റ്റ് കെയർ എന്ന് പറയുന്നത്. രോഗിയുടെ പേര്, ആ രോഗിയുടെ നെയിംസിൽ ഏറ്റെടുക്കുന്ന ജോലി, ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ എന്ന രോഗിയുടെ അസാന്നിധ്യത്തിൽ ചെയ്യുന്ന പരിചരണങ്ങളെ സേവനങ്ങളാണ്. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്, നെക്സ്റ്റ് എടുക്കട്ടെ. സ്റ്റാഫ് ഡെവലപ്മെന്റ്. Staff development is the process which is directed towards the personal as well as professional growth of nurses and other staff while they are employed by the health care. എന്താണ് ആരോഗ്യ സംരക്ഷണത്തിൽ നമ്മുടെ ഹെൽത്ത് കെയർ സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന ജോലി ചെയ്യുന്ന നഴ്സുമാരുടെയും മറ്റ് ജീവനക്കാരുടെയും വ്യക്തിപരമായിട്ടുള്ളത് പ്രൊഫഷണൽ ആയിട്ടുള്ള വളർച്ചയെ ലക്ഷ്യം വെക്കുന്ന ഒരു പ്രക്രിയയാണ് സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. അവര് മൊത്തത്തിലുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് അല്ലെ. പേഴ്സണൽ ഗ്രോത്തും അവര് എന്ത് ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്. കൂടാതെ അവരുടെ പ്രൊഫഷണൽ ഗ്രോത്തും അവര് അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെയാണോ? ഒരു ഹെൽത്ത് കെയർ സെക്ടറിലെ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലെ നഴ്സുമാർക്കും മറ്റ് സ്റ്റാഫുകൾക്കും അവരുടെ വ്യക്തിപരമായിട്ടുള്ളതും പിന്നെന്താണ് അവരുടെ പ്രൊഫഷണലുമായിട്ടുള്ള അല്ലെ വളർച്ചയെ ലക്ഷ്യം വെക്കുന്ന പ്രക്രിയയാണ് സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അവർക്ക് എന്താണ് ട്രെയിനിങ് കൊടുക്കുക, ഓറിയന്റേഷൻ പ്രോഗ്രാമുകൾ കൊടുക്കുക, അവർക്ക് ഓറിയന്റേഷൻ ക്ലാസ്സുകൾ നടക്കുക, കോച്ചിങ് കൊടുക്കുക, സൂപ്പർവൈസിങ് ചെയ്യുക അല്ലെ. അങ്ങനെ പല പല പ്രക്രിയകളിലൂടെ അവരുടെ പേഴ്സണൽ ഗ്രോത്തും പ്രൊഫഷണൽ ഗ്രോത്തും വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു പ്രക്രിയയാണ് എന്ത് പറയുന്നത്, സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ട്രെയിനിങ് അറിയാം, ട്രെയിനിങ്ങും ഡെവലപ്മെന്റും അറിയാലോ നമുക്ക്. കേട്ടിട്ടില്ല ട്രെയിനിങ്? ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താ, ആ ഒരു പെർട്ടിക്കുലർ ജോലി ചെയ്യാൻ മാത്രം നമുക്ക് കിട്ടുന്ന ഒരു ട്രെയിനിങ് ആണ് അല്ലെ, പരിശീലനമാണ് അല്ലെ. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, പരിശീലനമാണ്. ആ ഒരു പെർട്ടിക്കുലർ ജോലി നമുക്ക് കൂടുതൽ സക്സസ് ആയിട്ട് അല്ലെ വിജയകരമായി ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് കിട്ടുന്ന പരിശീലനം. ഡെവലപ്മെന്റ് എന്താ, നമ്മുടെ മൊത്തത്തിലുള്ള ഗ്രോത്ത് വരുന്നുണ്ടോ, പേഴ്സണലി, നോളജ്, സ്കിൽസ്, ആപ്റ്റിറ്റ്യൂഡ്, അബിലിറ്റീസ് അല്ലെ പറയും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള എന്താണ് നമ്മുടെ ഹെൽത്ത് കെയർ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന നഴ്സുമാരുടെയും മറ്റ് ജീവനക്കാരുടെയും എന്താണ് പേഴ്സണൽ ആയിട്ടുള്ള അല്ലെ അവരുടെ വ്യക്തിപരമായിട്ടുള്ളതും പ്രൊഫഷണലുമായിട്ടുള്ള ഗ്രോത്ത് വളർച്ചയെ ലക്ഷ്യം വെച്ചുള്ള ഒരു പ്രക്രിയയാണ് നാം എന്ത് പറയുന്നത്, സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഒരടിക്കുന്നുണ്ടോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്? നെക്സ്റ്റ് എടുക്കാലോ? നെക്സ്റ്റ് എടുക്കാം. നോക്കിയേ, it refers to all the training and education provided to enhance the job related and personal knowledge, skills and mentalities of vested employees അല്ലെ. എന്താണ് അവർക്ക് ലഭിച്ചിരിക്കുന്ന ജോലിയുമായി ബന്ധപ്പെട്ട് അവർക്ക് നമ്മൾ നൽകിയിരിക്കുന്ന ആ ഒരു ഹെൽത്ത് കെയർ സെക്ടറിൽ ആ ഒരു എംപ്ലോയീസിന് അല്ലെങ്കിൽ ആ ഒരു സ്റ്റാഫിന്
നൽകിയിരിക്കുന്ന ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് അവരുടെ എന്താണ് വ്യക്തിപരമായിട്ടുള്ള അറിവ് അവരുടെ സ്കില്ലുകള് അവരുടെ പേഴ്സണൽ നോളജുകള് അവരുടെ മെന്റാലിറ്റീസ് ഒക്കെ വർദ്ധിപ്പിക്കുന്നതിനുള്ള എല്ലാ ട്രെയിനിങ്ങുകളെയും എഡ്യൂക്കേഷനുകളെയും നമുക്ക് എന്ത് പറയാം ഈ സ്റ്റാഫ് ഡെവലപ്മെന്റിൽ ഉൾപ്പെടുത്താം. ഒക്കെയാണോ? മിസ് പറഞ്ഞു ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ ഇതിന് വേണ്ടിയിട്ടാണ് അല്ലെ. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് ലഭിക്കുന്ന ട്രെയിനിങ്ങുകള് എഡ്യൂക്കേഷൻസ് സെമിനാർസ് കോച്ചിങ്ങുകള് സൂപ്പർവൈസിംഗ് എല്ലാം വരുന്നുണ്ടോ? അപ്പൊ എന്താണ് അവർക്ക് ലഭിച്ചിരിക്കുന്ന ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് അവരുടെ വ്യക്തിപരമായിട്ടുള്ള അവരുടെ പേഴ്സണൽ നോളജ് അല്ലെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള നോളജ് അവരുടെ സ്കില്ലുകള് അവരുടെ മെന്റാലിറ്റീസ് ഒക്കെ എന്താണ് ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള വർദ്ധിപ്പിക്കുന്നതിന് നൽകുന്ന എല്ലാ പരിശീലനത്തെയും എഡ്യൂക്കേഷനെയും നമുക്ക് എന്ത് പറയാം? സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് പറയാം. ാണോ? നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ് അല്ലെ. നമ്മുടെ സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ ലക്ഷ്യം ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയേ. എൻഹാൻസ് എന്തൊക്കെയായിരിക്കും സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ ലക്ഷ്യം? എല്ലാം നമ്മുടെ പ്രൊഫഷണലും നമ്മുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള ഗ്രോത്ത് ആണ് അല്ലെ. അപ്പൊ എന്തായിരിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിന്റെ ലക്ഷ്യം എന്തായിരിക്കും? എംപ്ലോയീസിന് കൂടുതൽ എഫക്റ്റീവായി വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? അപ്പൊ എന്താണ്? പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാം അല്ലെ. ഇപ്പൊ നഴ്സുമാരല്ലെങ്കിലും മറ്റ് സ്ഥലങ്ങളിലെ ഡെവലപ്മെന്റ് കൊണ്ട് എന്താണ്? സ്റ്റാഫ് ഡെവലപ്മെന്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എംപ്ലോയി പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാനുള്ളതല്ലേ. ഉത്പാദനക്ഷമത അല്ലെ. എംപ്ലോയീസിന്റെ ആ വർക്ക് അവർക്ക് എന്താണ്? ഉചിതമായ രീതിയിൽ അവരെ കൊണ്ട് ചെയ്യിക്കാം. ആണോ? അപ്പൊ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്താണ്? എൻഹാൻസ് എംപ്ലോയി പ്രൊഡക്ടിവിറ്റി. നമ്മുടെ എംപ്ലോയീസിന്റെ അല്ലെ ജീവനക്കാരുടെ ആ ഒരു ഉത്പാദനക്ഷമത അവര് ചെയ്യുന്ന ജോലി അവർക്ക് 100% സക്സസ് ആയിട്ട് ചെയ്യാം അല്ലെ. അതിനുള്ള ആ ഒരു പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുക. ഓക്കെയാണോ? രണ്ടാമത്തത് എൻഷുർ സേഫ് ആൻഡ് ആക്ച്വൽ പേഷ്യന്റ് കെയർ ബൈ നഴ്സസ് അല്ലെ. എന്താണ്? നമ്മുടെ നഴ്സുമാരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആ ഒരു പരിചരണം രോഗീ പരിചരണം എങ്ങനെയുള്ളതായിരിക്കണം? സേഫ് ആയിട്ടുള്ളത് അല്ലെ. സുരക്ഷിതമായിട്ടുള്ളതും ശരിയായ ആക്ച്വൽ ആയിട്ടുള്ള അല്ലെ യഥാർത്ഥമായിട്ടുള്ള രോഗീ പരിചരണമാണെന്നും ഉറപ്പാക്കുന്നതിന് വേണ്ടി. ഓക്കെയാണോ? നമുക്കറിയാം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാഫ് ഒരു നഴ്സുമാർ എങ്ങനെയാണ്? ഒരു രോഗിയെ കാണുമ്പോൾ തന്നെ അവർക്ക് അറിയാൻ പറ്റും അല്ലെ. ആണോ? ഒരു സിനിമ ഉണ്ടല്ലോ മിസ്റ്റർ ക്ലീൻ. കണ്ടിട്ടുണ്ടോ മിസ്റ്റർ ക്ലീൻ? അതിൽ കാണിക്കുന്നുണ്ട് അവന് MBBS ഒന്നും പഠിച്ചിട്ടില്ല അല്ലെ. പേര് മറന്നുപോയി. അത് തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. വ്യാജ ഡോക്ടറായിട്ട് മുകേഷ് വരുന്നത് കണ്ടിട്ടുണ്ടോ? പണ്ടത്തെ സിനിമയാണ്. എന്നിട്ട് അവിടെ നിൽക്കുന്ന ആ ഒരു നേഴ്സാണ് രോഗിയെ പരിചരിക്കുന്നതൊക്കെ. കണ്ടിട്ടില്ല? ഇല്ല. ഓക്കെ. പണ്ടത്തെ മൂവിയാണ് കേട്ടോ. ഒരുപാട് നാള് മുമ്പുള്ളതാണ്. ഓക്കെ. അപ്പൊ അതില് കാണിക്കുന്നുണ്ട് ആ ഡോക്ടർ MBBS ഒന്നും പഠിച്ചിട്ടില്ല. വ്യാജ ഡോക്ടർ MBBS പകുതിക്ക് വെച്ച് നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ വ്യാജ ഡോക്ടറായിട്ടാണ് അവിടെ കയറുന്നത്. അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന ആ ഒരു നേഴ്സാണ്. ആള് രോഗികൾ വരുമ്പോ എന്തെങ്കിലും പറഞ്ഞു മാറും. ആ നേഴ്സാണ് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതും മുറിവുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്നതും ഒക്കെ ഒരു നേഴ്സാണ്. അപ്പൊ അതെന്താണ്? അവർക്ക് പെട്ടെന്ന് അത് ചെയ്യാൻ പറ്റുന്നത് അത്രയും എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ടാണ് അല്ലെ. ആണോ? അപ്പൊ ആ ഒരു പേഷ്യന്റിന് യഥാർത്ഥമായി അല്ലെ കെയർ എങ്ങനെ കൊടുക്കണം? സേഫ് ആയ രീതിയിൽ അല്ലെ അവരെ എന്താണ് സേഫ്റ്റി അല്ലെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന രീതിയിലുള്ള ഒരു നഴ്സിംഗ് കെയർ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി. ഓക്കെയാണോ? നഴ്സുമാരുടെ സുരക്ഷിതവും യഥാർത്ഥവുമായിട്ടുള്ള രോഗീ പരിചരണം ഉറപ്പാക്കുന്നതിന് വേണ്ടി. നെക്സ്റ്റ് പറയുന്നത് എൻഷുർ സാറ്റിസ്ഫാക്ടറി ജോബ് പെർഫോമൻസ് ബൈ സ്റ്റാഫ്. എന്താണ്? ജീവനക്കാരുടെ തൃപ്തികരമായിട്ടുള്ള ജോലി പ്രകടനം
ഉറപ്പാക്കുക അല്ലെ. മിസ് പറഞ്ഞു ഒരാൾക്ക് ജോലി സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് എപ്പോഴാണ്? അവർക്ക് നല്ല വർക്കിംഗ് എൻവയോൺമെന്റ് കിട്ടുക, അവർക്ക് എന്താണ് ട്രെയിനിങ്ങുകളും ഒക്കെ വർക്ക് ചെയ്യുമ്പോഴാണ് അല്ലെ. ഇപ്പൊ നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ജോലിക്ക് ജസ്റ്റ് കയറുന്നതും നിങ്ങൾ ഒരു 4 വർഷം അല്ലെങ്കിൽ ഒരു 5 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാവുമോ? നമുക്ക് ആ ജോലിയോട് കുറച്ചും കൂടി ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കാൻ അല്ലെ. നമുക്ക് കയറുമ്പോ എന്തായിരിക്കും? നമുക്ക് ടെൻഷൻ ആയിരിക്കും, നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കോ, എന്തൊക്കെയായിരിക്കും നമ്മുടെ വർക്കുകൾ വരുന്നതിനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കോ? പിന്നെ നമ്മൾ ചെയ്ത് എക്സ്പീരിയൻസ് ആയിട്ട് കഴിയുമ്പോ നമുക്കറിയാം അല്ലെ, നമുക്കൊരു ആ ഒരു ജോലിയോട് സാറ്റിസ്ഫാക്ഷൻ കിട്ടാണോ? ട്രെയിനിങ്ങുകളോ അല്ലെ. അപ്പൊ എന്താണ് ജീവനക്കാരുടെ എന്താണ് തൃപ്തികരമായ ജോലി പ്രകടനം പെർഫോമൻസ് ഉറപ്പാക്കുന്നതിന് വേണ്ടി ഒക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് ഓറിയന്റ് ദ പേഴ്സണൽ ടുവേർഡ്സ് ദെയർ കെയർ ഒബ്ജക്റ്റീവ്സ്, ജോബ് ഡ്യൂട്ടീസ്, പേഴ്സണൽ പോളിസീസ് അല്ലെ. ബി വേണ്ട കേട്ടോ, അവിടെ ഒരു ബി വന്നിട്ടുണ്ട്, പ്രിന്റിലുണ്ടോ? ഉണ്ടോ? ഉണ്ട്. എന്നാ ഒരു ബി വെട്ടിക്കളാ കേട്ടോ, ബി വേണ്ട, മിസ്റ്റേക്ക് വന്നിട്ടുള്ളതാണ്. ബി വെട്ടിക്കളാ കേട്ടോ. എന്താണ് നമ്മുടെ നഴ്സിംഗ് ഓറിയന്റ് പേഴ്സണൽ ടുവേർഡ്സ് ദെയർ കെയർ ഒബ്ജക്റ്റീവ്സ് അല്ലെ. എന്താണ് നമുക്ക് ആ ഒരു നഴ്സുമാരുടെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റാഫുകളുടെ പരിചരണ ലക്ഷ്യങ്ങൾ എന്താണ് അല്ലെ. അവർ ഏതൊക്കെ തരത്തിലുള്ള പരിചരണങ്ങളാണ് നമ്മുടെ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്, അവരുടെ ഉത്തരവാദിത്തങ്ങൾ അല്ലെ, ജോലിയുമായി ബന്ധപ്പെട്ട് ജോബ് ഡ്യൂട്ടീസ് എന്താണ്, കൂടാതെ അവരുടെ തൊഴിൽ നയങ്ങള്, ജോബ് പോളിസീസുകള് ക്രമീകരിക്കുക എന്നുള്ളതും നമ്മുടെ സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ ഒരു ഒബ്ജക്റ്റീവ്സ് ആണ്. ഓക്കെയാണോ? ജോലിക്കാരുടെ അല്ലെ നമ്മുടെ സ്റ്റാഫ് നഴ്സിംഗ് സ്റ്റാഫുകളുടെ കെയർ ഒബ്ജക്റ്റീവ്സ് അല്ലെ. എന്താണ് പരിചരണ ലക്ഷ്യങ്ങള്, പേഷ്യൻസിന് നൽകേണ്ട പരിചരണങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കണം, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് അല്ലെ, അവരുടെ ജോലി ഉത്തരവാദിത്തങ്ങൾ എന്താണ്, അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളുടെ പോളിസീസുകൾ എന്താണ് അല്ലെ, ഇതൊക്കെ ക്രമീകരിക്കുക എന്നുള്ളതും ഓറിയന്റ് ചെയ്യുക എന്നുള്ളതും നമ്മുടെ സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ ഒരു ഒബ്ജക്റ്റീവ് ആണ്. ഓക്കെയാണോ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയാ മിസ് എടുത്തോടത്തോളം വരെ ഒന്ന് വായിച്ചു നോക്കിയേ വേഗം. നമ്മുടെ ഈ ചാപ്റ്റർ 10 നീങ്ങുള്ളൂ, വായിച്ചു നോക്കിയേ. ഫോർത്ത് പോയിന്റോ? ഫോർത്ത് പോയിന്റ് പറയുന്നത് നമ്മുടെ പേഴ്സണൽ, അതായത് നമ്മുടെ നഴ്സിംഗ് സ്റ്റാഫുകൾ, പേഴ്സണൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നഴ്സിംഗ് സ്റ്റാഫുകളുടെ കെയർ ഒബ്ജക്റ്റീവ്സ് അല്ലെ, പരിചരണ ലക്ഷ്യങ്ങള്, അവര് നമ്മുടെ രോഗിക്ക് കൊടുക്കേണ്ട പരിചരണങ്ങൾ എങ്ങനെയായിരിക്കണം, ആ ഒരു പരിചരണം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെ, എന്താണ് ഗുഡ് ഔട്ട്കംസ് അല്ലെ, ആ ഒരു പരിചരണ ലക്ഷ്യങ്ങൾ എന്താണ്, ഓരോ സ്റ്റാഫുകളുടെയും ഓരോ നഴ്സിംഗ് സ്റ്റാഫുകളുടെയും അവരുടെ ഉത്തരവാദിത്തങ്ങൾ, ജോബ് ഡ്യൂട്ടീസ് എന്താണ്, അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോളിസികൾ അല്ലെ, തൊഴിൽ നയങ്ങളെ ക്രമീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ ലക്ഷ്യം, 4ാമത്തെ ലക്ഷ്യത്തിൽ ആയി പറയുന്നത്. പിന്നെ ഏതാണ്? ഫസ്റ്റ് ആണ് അല്ലെ പറഞ്ഞിരുന്നത്. ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ? ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ? ഫോർത്തും ഫസ്റ്റ്. എൻഹാൻസ് എംപ്ലോയി പ്രൊഡക്ടിവിറ്റി, നമ്മുടെ സ്റ്റാഫുകൾക്ക് ഡെവലപ്മെന്റ് കൊടുക്കുക. ഡെവലപ്മെന്റിൽ നമ്മൾ എന്ത് പറഞ്ഞു? ട്രെയിനിങ് കൊടുക്കാം, എഡ്യൂക്കേഷൻ കൊടുക്കാം, ഓറിയന്റേഷൻ ക്ലാസ്സുകൾ കൊടുക്കാം. അപ്പൊ അവരെന്താണ്, അവര് നല്ല രീതിയിൽ വർക്ക് ചെയ്യോ? ട്രെയിനിങ്ങുകൾ ലഭിച്ചു, എഡ്യൂക്കേഷൻ കിട്ടി, സെമിനാർ കിട്ടി, കോച്ചിങ് കിട്ടി. അപ്പൊ അവരെന്ത് ചെയ്യും? കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യും അല്ലെ. അപ്പൊ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കോ? ഉൽപാദനക്ഷമത, അവരിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു ഔട്ട്കം വർദ്ധിക്കോ? വർദ്ധിക്കും. അതാണ് എൻഹാൻസ് എംപ്ലോയി പ്രൊഡക്ടിവിറ്റി. ഓക്കെ ആണോ? ഇനി ഒന്ന് വായിച്ചു നോക്കിയേ.
എന്നിട്ട് ഈ ഒരു സെക്ഷൻ ഒക്കെ കഴിഞ്ഞാൽ പിന്നെയും സിമ്പിൾ ആണ് കേട്ടോ. നമ്മുടെ ഓരോ സൂപ്പർവൈസറുടെ, നഴ്സിംഗ് ഡയറക്ടറുടെ, നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റിന്റെ ഒക്കെ ഡ്യൂട്ടീസ് ഒക്കെയാണ് കേട്ടോ. അതൊക്കെ സിമ്പിൾ ആണ്. ഇമ്പോർട്ടന്റ് പറഞ്ഞില്ലല്ലോ. ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഓഫ് സ്റ്റാഫിംഗ് ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഓഫ് സ്റ്റാഫിംഗ് ഇമ്പോർട്ടന്റ് ആണ്. എയിംസ് ഓഫ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ, നമ്മുടെ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ കരാറിന്റെ ലക്ഷ്യം ഇതിലെ 3 അടിസ്ഥാന ഘടകങ്ങൾ അല്ലേ, അത് നോക്കുക. പിന്നെ ടൈപ്സ് ഓഫ് പേഷ്യന്റ് കെയർ, ടൈപ്സ് ഓഫ് പേഷ്യന്റ് കെയർ, സ്റ്റാഫ് ഡെവലപ്മെന്റ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ്. ഓക്കെ, അടയാളപ്പെടുത്തിയോ? ഇപ്പൊ ക്ലിയർ ആണോ? മിസ്സിന്റെ അടുത്ത ഭാഗം എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ മിസ് ഒക്കെയാണ്. അപ്പൊ മിസ് ഇന്ന് ഇത്രേ എടുക്കുന്നുള്ളൂ, ബാക്കി മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. മാർക്ക് ചെയ്യേണ്ടത് ഒന്നുകൂടി പറയണം. ഓക്കെ, നമ്മുടെ എയിം ഓഫ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ടില്ലേ, അത് അടയാളപ്പെടുത്താം. ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഓഫ് സ്റ്റാഫിംഗ് അടയാളപ്പെടുത്താം. നെക്സ്റ്റ് നമ്മുടെ ടൈപ്സ് ഓഫ് പേഷ്യന്റ് കെയർ ഇൻക്ലൂഡ്, ടൈപ്സ് ഓഫ് പേഷ്യന്റ് കെയർ. നെക്സ്റ്റ് സ്റ്റാഫിംഗ് ഡെവലപ്മെന്റ്, സ്റ്റാഫിംഗ് ഡെവലപ്മെന്റ് എന്താണെന്നുള്ളതിലെ ഫസ്റ്റത്തെ സെന്റൻസ് അത് അടയാളപ്പെടുത്താം. ഒബ്ജക്റ്റീവ് ഓഫ് സ്റ്റാഫിംഗ് ഡെവലപ്മെന്റ്, സ്റ്റാഫ് ഡെവലപ്മെന്റ്. ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.